വലിയ പ്രതിഷേധം CPM-ന്റെ ഭാഗത്തുനിന്ന് MLA ഓഫീസിലേക്ക് നടത്തുന്നു. ഇക്ബാൽ അറക്കൽ പാലക്കാട് വിവരങ്ങൾ നൽകും. ഇക്ബാൽ, രാഹുൽ ഇപ്പോൾ എവിടെയാണ് എന്ന ചോദ്യം ഇന്നലെ മുതൽ ചോദിച്ചു തുടങ്ങിയതാണ്. പാലക്കാട് ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു. അപ്പോഴാണ് പെൺകുട്ടി പരാതിയുമായി മുഖ്യമന്ത്രിയെ സമീപിച്ചത്. പിന്നെ രാഹുലിനെ കാണാനില്ലായിരുന്നു. പാലക്കാട് തന്നെ ഉണ്ട് എന്നാണോ അനുമാനം? അപ്പോൾ അന്വേഷണ സംഘം അവിടം കേന്ദ്രീകരിച്ച് തിരച്ചിൽ നടത്തുകയാണോ? സ്മൃതി, ഇന്നലെ വൈകിട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ MLA ഓഫീസ് പരിസരത്ത് നിന്ന് രാഹുൽ കണ്ണാടിയിലെ UDF സ്ഥാനാർത്ഥികളുടെ പ്രചരണ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി പുറപ്പെടുന്നത്. ഏകദേശം 4:50 ഈ വാർത്ത നമ്മൾ ബ്രേക്ക് ചെയ്യുന്നു. അതിനുശേഷം പിന്നീട് 4:55 തന്നെ രാഹുൽ ഈ കണ്ണാടി മേഖലയിൽ നിന്നും തിരിച്ച് ഈ പാലക്കാട് നഗര കേന്ദ്രത്തിലേക്ക് പുറപ്പെട്ടു എന്നുള്ളതാണ് ലഭ്യമാവുന്ന വിവരം. 5:15 ഈ പാലക്കാട് ടൗണിലേക്ക് എത്തുകയും പിന്നാലെ സുഹൃത്തുക്കളെ ഉൾപ്പെടെ ഫോണിൽ രാഹുൽ സംസാരിച്ചിരുന്നു. 30 മിനിറ്റോളം ഈ ഫോൺ ഓണായിരുന്നു. പിന്നീട് 5:45 രാഹുൽ ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആവുന്നത്. 6:10 രാഹുലിൻ്റെ പേഴ്സണൽ അസിസ്റ്റന്റുമാരുടെ ഫോണും സ്വിച്ച്ഡ് ഓഫ് ആവുന്നു. ഇതിനിടയിൽ രാഹുൽ ഔദ്യോഗിക വാഹനം പാലക്കാട് നിർത്തി മറ്റൊരു സുഹൃത്തിൻ്റെ വാഹനത്തിൽ കയറി യാത്ര തിരിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും രാഹുലിൻ്റെ ഈ ഫോൺ പിന്നീട് 12 മണിക്കൂറോളം കഴിഞ്ഞ് ഇന്ന് രാവിലെയാണ് ഇന്ന് ഓണായിട്ടുള്ളത്. അത് പിന്നീട് അല്പസമയം കഴിഞ്ഞപ്പോൾ വീണ്ടും സ്വിച്ച് ഓഫ് ആവുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഏതായാലും രാഹുലിന് വേണ്ടിയുള്ള അന്വേഷണം നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥർ രാഹുലിൻ്റെ ഈ ഫോൺ നമ്പറുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം നടത്തുന്നു. അതുപോലെ തന്നെ രാഹുൽ പോയി എന്ന് കരുതുന്ന ഈ സുഹൃത്തിൻ്റെ വാഹനം കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ പോലീസിന് മുന്നിലുള്ളത് 2 അനുമാനങ്ങളാണ്. അതായത് ഒന്ന്, ഫോണ് ഒരുപക്ഷെ പാലക്കാട് എവിടെയെങ്കിലും സൂക്ഷിച്ചു വെച്ചതിന് ശേഷം പിന്നീട് സുഹൃത്തിൻ്റെ വാഹനത്തിൽ കയറി യാത്ര തിരിച്ചതായിരിക്കാം. ഈ ഫോൺ ഇവിടെ തന്നെ സൂക്ഷിച്ചിട്ടുള്ളത് ഒരുപക്ഷെ പോലീസിൻ്റെ അന്വേഷണത്തിനെ എല്ലാം വഴിതിരിച്ചു വിടാനായിരിക്കാം. അതല്ലെങ്കിൽ പിന്നീട് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് തന്നെ കയ്യിൽ കരുതി ഇവിടെ നിന്ന് മുങ്ങിയതായിരിക്കാം എന്നുള്ളതാണ് പോലീസ് കരുതുന്നത്. എന്തായാലും പോലീസ് വ്യാപകമായിട്ടുള്ള അന്വേഷണവും തിരച്ചിലും ഈ വിഷയത്തിൽ നടത്തുന്നുണ്ട്. പക്ഷേ രാഹുൽ എവിടെയാണ് എന്നുള്ളത് പോലീസ് ഉദ്യോഗസ്ഥർക്ക് പൂർണ്ണമായും കണ്ടെത്താൻ സാധിച്ചില്ല. രാഹുൽ പാലക്കാട് തന്നെ ഉണ്ട് എന്നൊരു നിഗമനം പോലീസ് ഉദ്യോഗസ്ഥർക്കുണ്ട്. നിലവിൽ തമിഴ്നാട്ടിലേക്ക് കടന്നിട്ടില്ല എന്നൊരു അനുമാനത്തിൽ പാലക്കാട് രാഹുലുമായി ബന്ധപ്പെട്ടുള്ള ആളുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് നടക്കുന്നത്. രാഹുലിൻ്റെ സുഹൃത്തുക്കൾ അതുപോലെ തന്നെ ഗ്രൂപ്പ് നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം നിലവിൽ ഇപ്പോഴും തുടരുന്നുണ്ട്. മറ്റ് ജില്ലകളിലേക്ക് കടന്നിട്ടുണ്ടോ എന്നുൾപ്പെടെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഏതായാലും ഇന്ന് രാവിലെ 7:30 രാഹുലിൻ്റെ ഈ ഫോൺ നമ്പറുകൾ ഓൺ ആയിട്ടുള്ളത്. അതിനുശേഷം പിന്നീട് കൂടുതൽ ഫോണുകൾ അല്ലെങ്കിൽ കൂടുതൽ കോളുകൾ ഈ നമ്പറിൽ നിന്ന് ചെയ്തിട്ടുണ്ടോ എന്നും ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ഈ യുവതി ഇന്നലെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ട് തൊട്ട് പിന്നാലെ രാഹുലിൻ്റെ ഈ പാലക്കാട് മണപ്പുള്ളിക്കാവ് സമീപത്തുള്ള ഈ MLA ഓഫീസ് പിന്നീട് അടച്ചിടുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇപ്പോൾ ഏതായാലും രാവിലെ 9:30 ജീവനക്കാരെത്തി ഈ ഓഫീസ് തുറന്നിട്ടുണ്ട്. പക്ഷേ ഇവിടേക്ക് മറ്റേ ആരും തന്നെ ഇവിടേക്ക് എത്താത്തൊരു സ്ഥിതിയുണ്ട്. കാരണം ഒരുപക്ഷെ രാഹുൽ ഇവിടെ ഇല്ല, ഒളിവിൽ പോയി, അല്ലെങ്കിൽ ഇത്തരത്തിൽ പരാതി ഉയർന്നു എന്ന രീതിയിലുള്ള വിവരങ്ങൾ വന്നതിന് ശേഷമായിരിക്കും ഒരുപക്ഷെ ഇവിടേക്ക് ആരും എത്താതെ. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം UDF-ന്റെ ആളുകൾ, UDF-ന്റെ സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ ഇവിടേക്ക് എത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. കണ്ണാടി കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു രാഹുൽ പ്രവർത്തിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ണാടിയിലെ വിജയത്തിന് വേണ്ടി UDF സ്ഥാനാർത്ഥികൾക്കൊപ്പം വീടുകൾ കയറിക്കൊണ്ടുള്ള പ്രചരണം നടത്തിയിരുന്നു. ഇതിനിടയിലാണ് ഇന്നലെ ഇത്തരത്തിൽ ഈ പരാതി പുറത്തു വരികയും അതിൻ്റെ വിവരങ്ങൾ വന്നതോടുകൂടി കണ്ണാടിയിൽ നിന്ന് രാഹുൽ പാലക്കാട്ടേക്ക് എത്തിയ പിന്നീട് അവിടെ നിന്ന് കാണാതാവുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. ശരി, നോബിൾ മാരിക്കാരിലേക്ക് പോകുന്നു. നോബിൾ, ഇപ്പോൾ